ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസേ ഇല്ല. ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ പറയണം, ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഈ വാഴച്ചുണ്ട് മപ്പാസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവോള, അതുപോലെ തന്നെ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഈ 1 സ്പൂൺ പച്ചമല്ലി, 1/4 സ്പൂൺ പെരിഞ്ചീരകം, ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1-ാം പാല് 2-ാം പാലാണ് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇതാ നമ്മുടെ വാഴച്ചുണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കട്ടെ. മൺചട്ടി എടുത്ത് അടുത്ത് വെച്ചു കഴിച്ചിട്ടേക്കാം. നമ്മുടെ വാഴച്ചുണ്ട് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ബാക്കി പരിപാടി നോക്കാവേ. ഒരു മൺചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് പൊട്ടട്ടെ. ഒക്കെ പൊട്ടി വന്നപ്പോൾ ഇതാ 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ചുവമാറി വന്നപ്പം ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാനൊരു 4 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതാണ്. തക്കാളി ഒന്ന് വാടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വാഴച്ചുണ്ട് തണുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തലഭാഗം ഒന്ന് കട്ട് ചെയ്യുമ്പം ഇതാ ഇത്ര ഏതള്, ആ പുറമേ ഉള്ള ആ ഒരു ഏതളങ്ങ് കളഞ്ഞേക്കണേ. നമ്മുടെ വാഴച്ചുണ്ടെല്ലാം ദേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും തക്കാളി ഇത്ര വാടിയാൽ മതിയേ. അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയില്ലേ കണ്ടോ, അത് ഇതിനകത്തോട്ട് ഇടണേ. അതും കൂടി ഒന്ന് നല്ലപോലെ വാടട്ടെ. മസാലയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വാഴച്ചുണ്ടിനെ എല്ലാം കൂടെ എടുത്ത്, ഓരോ നാട്ടിലും ഓരോ പേരാട്ടോ. ഇവിടെ വാഴച്ചുണ്ടെന്ന് പറയും. അതെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഇടണം. എല്ലാം നമ്മുടെ വാഴച്ചുണ്ടയിലൊന്ന് സെറ്റായി വന്നപ്പം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുവാടെ. 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് 1-ാം പാലങ്ങ് ഒഴിച്ചേക്കാം. തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.